ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രം പുറത്തുവിട്ട് ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിക്ക് ഈ ചിത്രത്തിൽ ദുരൂഹത തോന്നാത്തത് എന്തെന്ന് ചോദ്യം. ഇവരുടെ കൂടെയുള്ള പോലീസുകാരൻ ആരെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നു. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചിത്രങ്ങൾ പലതരത്തിൽ വീണ്ടും പുറത്തു വരുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകൾക്കൊപ്പം ഉള്ള ചിത്രം. ഇപ്പോൾ ഷിബു ബേബി ജോൺ ഈ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് എന്താണ് ചോദിക്കുന്നത്? സ്വാതി, അല്പസമയം മുമ്പാണ് ഷിബു ബേബി ജോൺ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരത്തിൽ ഈ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ചിത്രം, പോറ്റിയുമായുള്ള ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായുള്ള ചിത്രം രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ CPM ശ്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ UDF നേതാക്കൾ പുറത്തുവിടുന്നത്. ഇതിൽ ഷിബു ബേബി ജോൺ പ്രധാനമായും ചോദിക്കുന്നത് ഈ സൗഹൃദ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇത് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചുള്ള ചിത്രമാണെന്നാണ് കരുതുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇരുത്തി എന്താണ് ഇവിടെ ചർച്ച ചെയ്തത്? അത് കടകംപള്ളിയും സർക്കാരും വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഇതിൽ അന്വേഷണം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ആകാംക്ഷയുണ്ടെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നുണ്ട്. എന്തായാലും പോറ്റി ഈ സ്വർണം കടത്തിയ സമയത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ ഒരാളെ കയറ്റുവാനോ സോണിയാഗാന്ധിക്ക് കഴിയില്ല. പിന്നെ സോണിയാഗാന്ധി എന്തിനാണ് രാഷ്ട്രീയപരമായി ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഷിബു ബേബി ജോൺ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് ഈ ചിത്രങ്ങൾ വീണ്ടും പുറത്തേക്ക് വരുന്നത്. ഈ ചിത്രം തന്റെ കയ്യിൽ കുറച്ചധികം കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യം സോണിയാഗാന്ധി രാഷ്ട്രീയപരമായി തുടരുക. ഇപ്പോൾ ഷിബു ബേബി ജോൺ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷിബു ബേബി ജോൺ, ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ചിത്രമാണ് താങ്കൾ ഈ ഒരു സമയത്ത് പുറത്തു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പോറ്റിക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണം പമ്പ കടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളും താങ്കൾ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാം. കൂടുതൽ വിവരങ്ങളില്ല നൽകാൻ. ഇത് കുറെ നാൾ മുമ്പ് എൻ്റെ വന്ന ഫോട്ടോയാണ്. സ്വാഭാവികമായി പൊതുപ്രവർത്തകർ ആകുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് സെൽഫി എടുക്കും എന്നുള്ള അനുമാനത്തിലായിരുന്നു. എന്നാൽ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി വലിയ ദുരൂഹത കണ്ടപ്പോഴാണ് വീണ്ടും ഞാൻ ഈ ചിത്രങ്ങൾ പരിശോധിച്ചതും. അന്നേരം കേവലം ഒരു സെൽഫി മാത്രമല്ല, ഏതോ ഒരു വിമാനത്താവളത്തിന്റെ മുമ്പിൽ ഒരു മേശയ്ക്ക് ചുറ്റിനും ഇരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഈ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായ കടകംപള്ളി എല്ലാം കൂടി ഇരുന്ന് മറ്റൊരാളും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ അവിടെ കാണുന്നു. അന്നേരം ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ ഒരാൾ, ശ്രീമതി സോണിയാഗാന്ധി വരച്ചാൽ ശബരിമല ഒരാളിനെ പോലും കയറ്റാനൊക്കത്തില്ല. അങ്ങനെ ഒരാളിനെ കുറിച്ച് പോലും സംശയം മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോൾ ഇതിലും സ്വാഭാവികമായി അതിനപ്പുറത്തേക്ക് മാനങ്ങളുണ്ട് എന്ന തോന്നൽ എന്നെ നയിച്ചത് കൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചത്. താങ്കളുടെ കയ്യിൽ ഈ ചിത്രങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ആണ് ഈ ഒരു ചിത്രം പുറത്തുവിട്ടത്. അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം കാണിച്ചിട്ട് അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ട് മാത്രമാണോ ഈ ചിത്രം പുറത്തുവിടാൻ വൈകിയത്? അതിൽ ദുരൂഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ചുമതലയുള്ള ഈ മോഷണം നടന്ന കാലയളവിലെ മന്ത്രിയുമായിട്ടുള്ള ഇതുപോലൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പെട്ടെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുറത്തു വിട്ടത്. അതിനെക്കുറിച്ച് അറിയണമല്ലോ. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോ ഒക്കെ പുറത്തു വിട്ടപ്പോൾ ഇതിനും സമാനമായ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ, അതിലെന്താണ് സാഹചര്യം എന്നുള്ളത് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതാണ്. ഏത് എയർപോർട്ടിൽ വെച്ചാണ് എന്നൊക്കെ നമുക്കറിയില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷമടക്കം ഈ ഒരു സ്വർണ്ണക്കൊള്ള ആരോപണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തേണ്ടതുണ്ട് എന്നതടക്കം ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയുടെ അടക്കം പേരുകൾ അത്തരത്തിൽ ആരോപണമായിട്ട് വിമർശനമായിട്ടൊക്കെ ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ ഈ ഒരു പോസ്റ്റ് പുറത്തുവിടുമ്പോൾ അത് ആ രീതിയിലും പ്രസക്തമാകില്ലേ? അറിയില്ല, നിങ്ങളെയാണ് എന്റെ നിഗമനത്തിൽ എത്താനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമാക്കിയല്ലോ. ശ്രീമതി സോണിയാഗാന്ധിയെ പോലെ ഒരാളിനെ ഡൽഹിയിൽ അവരുടെ വസതിയിലായിരിക്കണം കണ്ടതിൽ വലിയ ദുരൂഹതയുണ്ടെങ്കിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ചയിലും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ എന്തൊക്കെയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കി ടോക്കി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മന്ത്രിയോടൊപ്പം ഇരിക്കുന്നു. അത് സാധാരണഗതിയിൽ നടക്കുന്നതിൽ അത്ര സൗഹൃദമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഇരിക്കാറുള്ളൂ. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അന്നേരം സ്വാഭാവികമായിട്ട് ഇതിനപ്പുറത്തേക്ക് ഇത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നൽ എനിക്കുണ്ടായി.
ശരി ശരി, വളരെയധികം നന്ദി ഷിബു ബേബി ജോൺ ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. ഷിബു ബേബി ജോൺ ആണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒപ്പമുള്ള ചിത്രം പുറത്തുവിട്ടിട്ട് ഇതിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയും പോറ്റിയും ഒപ്പമുള്ള ചിത്രം പുറത്തുവിട്ട് അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ട് അത്തരം ഒരു ചോദ്യം ഷിബു ബേബി ജോൺ ഉന്നയിക്കുന്നത്. ഷിബു ബേബി ജോൺ തന്നെയാണ് നമുക്കൊപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചത്.